ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായി ഇരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളുടെ സ്ത്രീകൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയാണ് മുറ്റമടിക്കൽ. അതുപോലെ തന്നെ നമ്മളുടെ കാർ ഷെഡിൻ്റെ ഷീറ്റിൻ്റെ മേള് ക്ലീൻ ചെയ്യൽ, വാർക്കയുടെ മേള് ക്ലീൻ ചെയ്യലൊക്കെ ഭയങ്കര പണിയാണ്. ഒരു കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇല കൊണ്ട് നിറയും. മരങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി നമ്മൾ മരങ്ങൾ വളർത്തുമെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു തടി കഷ്ണം എടുക്കുക. 12 ഇഞ്ചിൻ്റെ നീളമുള്ള ഒരു തടി കഷ്ണമാണ്. ഇതുപോലെ സ്ക്വയർ ആയിട്ട് കിട്ടിയാൽ വളരെ നല്ലതാണ്. നല്ല ഷേപ്പിലുള്ളത്, അതുപോലെ അധികം വെയിറ്റ് ഇല്ലാത്തതും ആയ ഒരു തടി കഷ്ണം എടുത്താൽ മതി. വെയിറ്റ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല സ്ക്വയർ പീസ് നമുക്ക് തടി മില്ലുകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കഷ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ അങ്ങനെയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ആണികളാണ് കേട്ടോ. 2.5 ഇഞ്ച് നീളമുള്ള, അല്ലെങ്കിൽ 2 ആണെങ്കിലും കുഴപ്പമില്ല, 2.5 ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഒരു 10-20 എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്ലാമ്പാണ്. ക്ലാമ്പ് വെച്ച് നമ്മൾ നല്ല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ക്ലാമ്പ് എടുത്തേക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഈ തടി കഷ്ണത്തിൽ നല്ല നടുവിനായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. ആണി നമുക്ക് കറക്റ്റിന് വളവൊന്നുമില്ലാതെ നല്ല കറക്റ്റിന് വരാൻ വേണ്ടി ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം ഓരോ ഇഞ്ച് വിട്ട് നമ്മൾ ഇതുപോലെ ആണി ഫുള്ള് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സ്പീഡിനാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി. നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കോലാണ്. അത് മോപ്പിൻ്റെ കോലോ എന്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ ആണി ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ ആ ഒരു കോലില്ലേ, മോപ്പിൻ്റെ കോല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, ക്ലാമ്പ് പിടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ നടുവിനെ വരച്ച് കൊടുത്ത് സെൻറ്ററായിട്ട് വേണം. അപ്പോൾ അത് വരച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ആണി വെച്ചിട്ട് അടിച്ച് അവിടെ ഒരു ഓട്ട ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സ്ക്രൂ നല്ല സ്മൂത്തായിട്ട് കയറുള്ളൂ കേട്ടോ. കണ്ടില്ലേ? അപ്പം നമ്മൾ ആദ്യം ആണി കൊണ്ട് ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. അതിനുശേഷം കോല് വെച്ച് നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോല് പിന്നെ നമുക്ക് വിണ്ടു പോകാനും വിട്ടു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇതുപോലെ ക്ലാമ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് ഇരിക്കും, സ്ട്രോങ് ആയിട്ട് ഇരിക്കും. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കോല് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇന്നലെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ലപോലെ ഇല വീണിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ നമ്മളിപ്പം മുറ്റം അടിച്ച് വരൂലേ, അതുപോലെ തന്നെ നമ്മൾ മുറ്റം അടിച്ച് വരുമ്പോൾ ഒരു വരയൊക്കെ വരില്ലേ, അതുപോലെ തന്നെ ലൈനൊക്കെ വന്ന് നല്ല ക്ലീനായിട്ട് നമ്മുടെ മുറ്റം കിട്ടും കേട്ടോ. കരിയിലയാണെങ്കിലും പച്ചിലയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കിട്ടും. നമ്മളിനി ഈർക്കിലി കീറാനോ വാങ്ങാനോ ഒന്നിനും നിൽക്കേണ്ട. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. അത് നമ്മളുടെ ചെടിയുടെ ഇടയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒരുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഉണക്ക ഇലയാണെങ്കിലും മഴ പെയ്ത് പിടിച്ച് കിടക്കുന്ന ഇലയാണെങ്കിൽ പോലും, ഇന്നലെ നല്ല മഴയായിരുന്നു കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കുറേ മരങ്ങൾ ഞങ്ങളെ പറമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇലകൾ വീണ് കിടക്കാറുണ്ട് കേട്ടോ. അടുത്തടുത്ത് ഇതിൻ്റെ ചെടിയുടെ ഇടയിലും വരെ നമുക്ക് ഇത് ഇലകൾ എടുക്കുവാനായിട്ട് സാധിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ചൂല് വെച്ചാണെങ്കിൽ എത്ര നേരം അടിച്ചെടുക്കണം. അതൊന്നുമില്ല. കണ്ടില്ലേ, ചെടിയുടെ ഇടയിൽ നിന്നൊക്കെ നല്ല ക്ലീനായിട്ട് ആ ഇലകളൊക്കെ വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് മുറ്റം മിനിറ്റുകൾ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലനായിട്ടുള്ളൊരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ കുമ്പിടാതെയും കൈ അഴുക്കാക്കാതെ തന്നെ നമുക്ക് ഇത് വേസ്റ്റ് കൊട്ടയിലേക്ക് ആക്കാനും പറ്റും. അടുത്തായിട്ട് നമ്മളുടെ കാറ്റും മഴയും വന്ന് നമ്മൾ ടെറസിൻ്റെ മേള് നിറച്ച്
ഇലയായിരിക്കും. നമ്മൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ നിൽക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഈ ഒരു കോലുകൊണ്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര സ്പേസും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കൈയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് നമുക്ക് വേസ്റ്റ് പാത്രത്തിലേക്ക് കോരിയെടുക്കാനും പറ്റും. നല്ല ക്ലീൻ ആയി കണ്ടില്ലേ. അടുത്തതായിട്ട് നമ്മളുടെ കാർ ഷീറ്റിൻ്റെ മേളിലൊക്കെ ഇല വീണാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്. സ്ത്രീകൾക്ക് ഒട്ടും പറ്റില്ല. അപ്പം നമുക്ക് അതിനായിട്ട് ഒരു തോട്ടി, നല്ല നീളമുള്ള ഒരു തോട്ടി, ഒട്ടും വെയിറ്റ് ഇല്ലാത്തത്, ഞാൻ മുളയുടെ കഷ്ണമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കൂടി വേണം കേട്ടോ. ഞാൻ 2 സൈഡിലും തുണി കെട്ടി വെച്ചേക്കുന്നത് നമ്മൾ ആണി അടിക്കുമ്പോൾ അത് വിണ്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റായിട്ട് 2 സൈഡിലും തുണി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നൈസായിട്ടുള്ള കനമില്ലാത്ത തോട്ടി തോട്ടി അല്ലെങ്കിൽ കോലോ എന്തെങ്കിലും, എന്താ നിങ്ങൾ പറയുന്നതെന്ന് അറിയില്ല, അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഇതുപോലെ 3 ആണി അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാൻ വേണ്ടിയാണ് കേട്ടോ. വെയിറ്റ് ഇല്ലാത്തതാകുമ്പോൾ നമുക്ക് കൈവേദനയെന്ന് എടുക്കില്ല, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കളയാൻ വെച്ചേക്കുന്ന ഒരു തുണി കഷ്ണം, ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു തുണി കഷ്ണം എടുക്കുക. കളയാൻ വെച്ചതാണെങ്കിലും എടുത്താൽ മതി. നമുക്കിത് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് കളഞ്ഞാലും മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം 2 സൈഡിലും നമ്മൾ തുണി കൊണ്ട് ഇതുപോലെ നല്ല ടൈറ്റിന് കെട്ടിക്കൊടുക്കുക. നല്ലതുപോലെ കെട്ടിക്കൊടുക്കണം കേട്ടോ, ലൂസായി പോകരുത്. നമ്മൾ നീട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്കത് നല്ല ക്ലീനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കാർ ഷെഡിൻ്റെ മേളും ഷീറ്റിൻ്റെ മേളൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര പണിയാണിത്. നമ്മളവിടെ ഇറങ്ങി നിന്ന് വേണം ചെയ്യാനായിട്ട്. നീട്ടം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും നിങ്ങൾ കോലിന് നീട്ടം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്കൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഷീറ്റ് പൊടിയും പോകും, അതുപോലെ തന്നെ ഇലയും മണ്ണും എല്ലാം പോയി നല്ല ക്ലീൻ ആവും. നമ്മൾ വെള്ളമൊഴിച്ച് കഴുകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി നിന്ന് അവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ ഇതുപോലെ ഒരു തോട്ടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ഇനി ക്ലീൻ ചെയ്യാൻ ആളെ വിളിക്കണ്ട, നമുക്ക് ആരെയും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് തന്നെ നിന്ന് ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു തുണി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ മേളിലുള്ള പൊടികളെല്ലാം അഴുക്കുകളെല്ലാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഷീറ്റിൻ്റെ മേള് കറുത്തിരിക്കും ഇല്ലേ. അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.